പോലെ കളിക്കേണ്ട ഒരു സാധനമല്ല ദൈവികമായ കാര്യങ്ങൾ. അത് ഭക്തിയോടും ഒരുക്കത്തോടും ഒക്കെ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ദൈവ സാന്നിധ്യം അസ്വസ്ഥത തന്നെയാണ്. അസ്വസ്ഥത തന്നെയാണ്. അത് എല്ലാവരെയും സുഖിപ്പിക്കുന്ന, എല്ലാവർക്കും ബ്ലെസ്സിങ് ആയി മാറുന്ന ഒന്നല്ല. ഓക്കെ, അതുകൊണ്ട് ചില ജീവിതങ്ങളിൽ ഈ പെട്ടകം അസ്വസ്ഥതയായി മാറി. നമ്പർ 2, ഈ ഫിലിസ്തീർ തിരിച്ചയച്ചല്ലോ. 7 മാസത്തെ ദുരിതകാലത്തിന് ശേഷം ഇവർ ഈ പെട്ടകത്തെ തിരിച്ചയച്ചത് അബീനാദാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് തിരിച്ചയച്ചത്. 1 ശമൂവേൽ 7 അധ്യായം 1-2 വാക്യങ്ങൾ. 1 ശമൂവേൽ 7 അധ്യായത്തിന്റെ ആദ്യ വചനങ്ങളിൽ പറയുന്നു, ഈ പെട്ടകം അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. വീണ്ടും ഒരു വീടാണ് കേട്ടോ, അതൊരു ക്ഷേത്രമായിരുന്നു. അവിടെ മൊത്തം ആ നാട് മൊത്തം അസ്വസ്ഥപ്പെടുത്തി. അതിനുശേഷം ഞങ്ങൾക്ക് വേണ്ട ഈ സാധനം തുടങ്ങി തിരിച്ചയച്ചപ്പോൾ ഈ പെട്ടകം അടുത്ത് വെക്കണമല്ലോ, ദൈവത്തിന്റെ പെട്ടകമല്ലേ, ഈ പെട്ടകം വെച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അവർ ഈ പെട്ടകത്തെ കൊണ്ട് ഒരു വീട്ടിൽ കൊണ്ടുവച്ചു. ആ വീട്ടുടമയുടെ പേര് അബീനാദാബ് എന്നാണ്. അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അബീനാദാബിന്റെ വീട്ടിൽ ഈ പെട്ടകം എത്ര കാലം ഇരുന്നു? 20 വർഷം. 20 വർഷം. ഫിലിസ്തീരുടെ വീട്ടിൽ, ഫിലിസ്തീരുടെ നാട്ടിൽ ഇത് 7 മാസം. ആ 7 മാസവും അസ്വസ്ഥതയുടെ മാസമായിരുന്നു. അബീനാദാബിന്റെ വീട്ടിൽ ഈ പെട്ടകം 20 വർഷം ഇരുന്നു. 20 വർഷം. പക്ഷേ 20 വർഷം ദൈവത്തിന് നിയമപ്പെട്ട എൻ്റെ വീട്ടിൽ, എൻ്റെ അമ്മ, അത് എത്ര മാത്രം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതാണ്, എത്ര ബ്ലെസ്സിങ് ഉണ്ടാക്കേണ്ടതാണ്, എത്ര നന്മയായി മാറേണ്ടതാണ്. ഓക്കെ, എന്നാൽ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അബീനാദാബിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടും ബൈബിളിൽ പറയുന്നില്ല, പിന്നെ ശപിക്കപ്പെട്ടതായിട്ടും ബൈബിളിൽ പറയുന്നില്ല. വേദപുസ്തകത്തിന്റെ മൗനങ്ങളിലും അർത്ഥമുണ്ട്. ബൈബിൾ ചില കാര്യങ്ങൾ മൗനം അവലംബിക്കും. ഉദാഹരണം, മൽക്കീസേദക്ക് ജനിച്ചതായിട്ടും പറഞ്ഞിട്ടില്ല, മരിച്ചതായിട്ടും പറഞ്ഞിട്ടില്ല. മൽക്കീസേദക്ക് ജനിച്ചു മരിച്ചു ശരിയാണ്, പക്ഷെ ഇത് രണ്ടും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതൊരു മിസ്റ്ററി ആയിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അവന് ജനനവുമില്ല മരണവുമില്ല, മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം കർത്താവ് വന്നു. ഇങ്ങനെ വേദപുസ്തകത്തിലൂടെ